Hi friends, welcome to Relax and Watch. അപ്പോൾ ഇന്ന് നമ്മുടെ കിയ കാരൻസിൻ്റെ ഈ റിമോട്ട് കീയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അതായത് ഈ റിമോട്ട് കീയിൽ ബാറ്ററി തീരാറായതുകൊണ്ട് എനിക്ക് ഡിസ്പ്ലേയിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എടുത്ത് നോക്കിയപ്പം ഒട്ടും ബാറ്ററി ഇല്ല, അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. സോ ഇതാണ് കിയ കാരൻസിൻ്റെ മറ്റേ കീലെസ് എൻട്രി പുഷ് ബട്ടൺ സ്റ്റാർട്ട് വെഹിക്കിൾ ടൈപ്പ് കീ. അപ്പം അത് കിയ കാരൻസിന് മാത്രമല്ല, കിയയുടെ സോണറ്റ്, മറ്റേ സെൽറ്റോസ്, ഹ്യുണ്ടായിയുടെ വണ്ടികൾ, ഇതിനെല്ലാം ഈ ടൈപ്പ്. കാരണം ഇവർ കിയായും ഹ്യുണ്ടായും ബയ്യ ആണല്ലോ. അപ്പോൾ ഇതിനെല്ലാം ഈ ടൈപ്പ് കീ തന്നെയാണ് വരുന്നത്. അപ്പം നമ്മൾ കീ വർക്കാകുന്നില്ല എങ്കിൽ നമുക്ക് ഡോർ തുറക്കാൻ പറ്റില്ല, വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റില്ല. കാരണം പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്, കീ സ്റ്റാർട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ സമയങ്ങളിൽ നമ്മൾ പാനിക് ആകാൻ പാടില്ല. അപ്പോൾ ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. ഒന്ന്, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത്. പിന്നെ ഒന്ന്, ഇതിൻ്റെ ബാറ്ററി എങ്ങനെ മാറ്റാം, നമുക്ക് തന്നെ സിമ്പിളായിട്ട് മാറ്റാവുന്ന കാര്യങ്ങളോ അതെങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ആദ്യത്തെ കാര്യം, ഇത് നമുക്ക് എങ്ങനെ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാം. ഈ സാധനം വർക്ക് ചെയ്യുന്നില്ല. കാരണം നമ്മൾ നോർമലി ഈ കീ കൊണ്ട് അടുത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ വെൽക്കം മിറർ വർക്ക് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കീ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ വണ്ടി ഓണാകും. അല്ലെങ്കിൽ നമുക്ക് റിമോട്ടിൽ തന്നെ ഇത് ഓണാക്കാം. സോ ഈ ഓപ്ഷൻ അൺലോക്ക് ബട്ടൺ ഉണ്ട്. സോ അൺലോക്ക് ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ വണ്ടി ഓൺ ആവേണ്ടതാണ്. അപ്പോൾ ഇത് വർക്കാകുന്നില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് ഇതിനകത്ത് ഈ കീക്കകത്ത് തന്നെ ഒരു മാനുവൽ കീ, ഈ റിമോട്ട് കീക്കകത്ത് ഒരു മാനുവൽ കീ അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ബട്ടൺ കാണുന്നില്ലേ, നമ്മുടെ ഈ ബട്ടൺസ് വരുന്നതിൻ്റെ പുറകിലായിട്ട് ഇവിടെ ഒരു ലോക്ക് കാണാൻ പറ്റും. ഈ ലോക്കിൽ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഊരി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡോറ് തുറക്കാനുള്ള കീ നമുക്ക് കിട്ടും. ഈ കീ വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിനകത്ത് കീ ഹോൾ ഇല്ല വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം റിമോട്ടിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്ന മാനുവൽ കീ ആണിത്. അത് നമ്മൾ ഇതിൻ്റെ കീ ഹോളിലേക്ക് ഇടുന്നു, ഈ ഡോറിലുള്ള കീ ഹോളിലേക്ക് ഇടുന്നു. ഇട്ടതിന് ശേഷം അൺലോക്ക് ചെയ്യുക. സാധാരണ രീതിയിൽ കാർ തുറക്കുന്ന പോലെ തന്നെ അൺലോക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഈ ഡോർ തുറക്കാം. ഇപ്പോൾ ഈ പാനിക് അലാം കേൾക്കുന്നുണ്ട്. ഇത് വന്നിട്ട് സെൻട്രൽ ലോക്കിൻ്റെ അലാറമാണ്. ഇത് ഓഫ് ചെയ്യാൻ നമ്മൾ ഈ കീയുടെ ഇത് വെച്ചിട്ട് ഈ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണിൽ ഇതിലൊന്ന് പ്രസ് ചെയ്യുക. ഇത് പ്രസ് ചെയ്യുമ്പോൾ ആ പാനിക് അലാം വന്നിട്ട് സ്റ്റോപ്പ് ആവും. ഇൻ കേസ് അലാം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് നോക്കാം. അപ്പം ഇതിനകത്ത് ഇങ്ങോട്ടോ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കീ നോട്ട് ഇൻ വെഹിക്കിൾ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററി, ഈ കീ അത് സെൻസ് ചെയ്യുന്നേ ഇല്ല. അതിനകത്ത് കാര്യം, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിനകത്ത് ബാറ്ററി ഇല്ല. പക്ഷേ വണ്ടിയുടെ ആക്സസറീസ് എല്ലാം ഓൺ ആയിട്ടുണ്ട്. ഇനി ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമുക്ക് ഈ മറ്റേ കീ ഇടാനുള്ള ഹോളില്ലല്ലോ. അപ്പം പുഷ് ബട്ടൺ സ്റ്റാർട്ട് വെഹിക്കിളാണ്, ടൈപ്പാണ്. അപ്പം നോർമലി നമ്മൾ മറ്റേത് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് പുഷ് ചെയ്താൽ മതി, വണ്ടി സ്റ്റാർട്ട് ആയിക്കോളും. പക്ഷേ ഇങ്ങനത്തെ കണ്ടീഷനിൽ വണ്ടി സ്റ്റാർട്ടാവില്ല. വണ്ടിയുടെ ആക്സസറീസ് എല്ലാം ഓണാകും. പക്ഷേ ഇതിപ്പോൾ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് കാണിക്കുന്നത് പ്രസ് സ്റ്റാർട്ട് ബട്ടൺ വിത്ത് ദ കീ എന്നാണ്. നോർമലി ഇങ്ങനൊരു ഇൻഫർമേഷൻ വരില്ല. നമ്മൾ ജസ്റ്റ് നോർമലി സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ കണ്ടീഷനിൽ നമ്മൾ ചെയ്യണമെന്ന് കഴിഞ്ഞാൽ ഈ കീ വെച്ച് തന്നെ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, ഇതിൽ പ്രസ് ചെയ്യുക, അപ്പോഴാണ് വണ്ടി സ്റ്റാർട്ടാകുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ബാറ്ററി ഇല്ലെങ്കിൽ പോലും നമ്മൾ ഈ കീ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് വണ്ടി നോർമലായിട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ കീക്ക് നമ്മൾ പുതിയ ബാറ്ററി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഇനിയും സർവീസ് സെൻറ്ററിൽ പോയി തന്നെ ഇത് ചെയ്യണം എന്നൊന്നുമില്ല. നമുക്ക് തന്നെ ബാറ്ററി മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ ബട്ടൺ ഞെക്കുമ്പോൾ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് കരുതി നമ്മൾ പാനിക് ആവേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്തുള്ള മാനുവൽ കീ എടുത്ത് വണ്ടി ഓപ്പൺ ചെയ്യുക, അൺലോക്ക് ചെയ്യുക, ഡോർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ കീ വെച്ച് തന്നെ ആ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ബട്ടണിൽ പ്രസ് ചെയ്ത് വണ്ടി സ്റ്റാർട്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിന് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ വണ്ടി ലോക്ക് ചെയ്യാണെങ്കിൽ ഇതിന് ശേഷം ഇപ്പോൾ നമ്മൾ പുതിയ ബാറ്ററി മാറ്റുന്നിടം വരെ നമുക്ക് ഇത് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ലോക്ക് ഉണ്ട്, ഇത് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് വണ്ടി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ലോക്കായി കഴിഞ്ഞു. അൺലോക്ക് ചെയ്യാൻ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോൾ വണ്ടി ഓഫായി ലോക്ക് ചെയ്തു. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ഇതില്ലെന്ന് കരുതി പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് മറ്റേ ഇതിൻ്റെ ബാറ്ററി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
ഇതിൻ്റെ ബാറ്ററി നമുക്ക് ഈ മറ്റേ ഈ വാച്ചിൻ്റെ ഒക്കെ ബാറ്ററി ഒക്കെ കിട്ടുന്ന കടകളൊക്കെ ഇല്ല, അങ്ങനത്തെ മിക്കവാറും കടകളിലെല്ലാം ഉണ്ടാവും ഇതിൻ്റെ ബാറ്ററി. അപ്പം ഇതാണ് ആ സാധനം, ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ മാറ്റുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ കീ, ഇതിൻ്റെ കീ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഈ മാനുവൽ കീ വന്നിട്ട് ഊരി മാറ്റുക. ഓക്കെ, ഇത് ഊരി മാറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് ദണ്ട് ഇവിടെ ഈ മാനുവൽ കീ കൊടുക്കുന്ന ആ സ്ലോട്ടും കാണാം, അതല്ലാണ്ട് ഇവിടെ ഒരു ഓപ്പൺ സ്ലോട്ടും കാണാം. വേറെ അല്ലാണ്ട് സ്ക്രൂവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഈ ചെറിയ സ്ലോട്ടിനകത്തേക്ക് ഈ സ്ക്രൂ ഡ്രൈവർ, നമ്മുടെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രൂ ഡ്രൈവിനകത്തോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഈ സാധനം ഓപ്പൺ ആയി കഴിഞ്ഞു. പതുക്കെ ശ്രദ്ധിച്ച് ഇതിങ്ങനെ ഇളക്കിയെടുക്കുക. ഈ സാധനം ഒന്ന് ഇളകി പോകാണ്ട് ഇതങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം കാണുന്നുണ്ടോ, ഇതുണ്ട് ഈ ബാറ്ററി നമുക്കിങ്ങനെ ഈ ബാറ്ററി നമ്മൾ ഊരിയെടുത്തു. ഇതിനകത്ത് ഇതിൻ്റെ വാട്ട്സും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതേ ടൈപ്പിലുള്ള ബാറ്ററി ആയിരിക്കണം നമ്മൾ വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഈ ബാറ്ററി കൂടെ കൊണ്ടുപോയിക്കൊള്ളുക, കടയിൽ കാണിച്ച് ഈ സെയിം സാധനം തന്നെ വാങ്ങിച്ചിട്ട് നമുക്കിനി തിരിച്ചിടുക. ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഈ ഫ്ലാറ്റ് സർഫസ് ആണ് പോസിറ്റീവ്, മറ്റേ ഈ ഇത്തിരി ഉരുണ്ട ആ ഭാഗം ആണ് നെഗറ്റീവ്, അത് മുകളിലേക്കാണ് വരുന്നത്. ഫ്ലാറ്റ് സർഫസ് താഴെയാണ് പോകേണ്ടത്, അടിയിൽ. അപ്പം നമുക്ക് ബാറ്ററി പൊട്ടിച്ചിട്ട് ഇട്ട് നോക്കാം. സോ ഇതാണ് പുതിയ ബാറ്ററി. ഇതിൻ്റെ ഈ ഫ്ലാറ്റായിട്ടുള്ള സർഫസ്, അതുകൊണ്ട് ഈ വോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയേക്കുന്ന ഈ ഫ്ലാറ്റായിട്ടുള്ള സർഫസ് ഇതിൻ്റെ അടിയിലോട്ട് വരണം. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഒരു ഹോൾഡർ മാതിരി ഉണ്ട്, അതിലോട്ട് പോകുന്ന രീതിയിൽ പ്രസ് ചെയ്ത് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. എന്നിട്ട് ഇതിൻ്റെ ഈ കൊമ്പ് പോലത്തെ ഭാഗങ്ങൾ എങ്ങനെയായിരുന്നോ അത് നേരത്തെ ഉണ്ടായിരുന്നത് അതേപോലെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോൾ ബാറ്ററി മാറ്റി കഴിഞ്ഞു. ഇതല്ലേ ഈ റെഡ് ലൈറ്റ് കത്തുന്നുണ്ടോ? ഇപ്പോൾ വണ്ടിയിലേക്ക് നോക്കുക, ലോക്ക്, അൺലോക്ക്, ഈ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റിമോട്ട് സ്റ്റാർട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതിന് നമ്മുടെ ഈ ഹോൾഡ് എന്നുള്ള ബട്ടണിലാണ് ഞെക്കേണ്ടത്. റിമോട്ട് സ്റ്റാർട്ട് നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാ ഫങ്ഷൻസും ഇപ്പോൾ വർക്ക് ആകുന്നുണ്ട്. നമ്മുടെ ഈ ബാറ്ററി മാറ്റിയിട്ടു, വണ്ടി ഓഫ് ചെയ്യുന്നു, അൺലോക്ക് ചെയ്യുന്നു, ലോക്ക് ചെയ്യുന്നു. ഇനിയിപ്പോൾ കീ സെൻസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക്. അൺലോക്ക് ചെയ്തു, വണ്ടിക്കുള്ളിൽ കയറി. കീ നീ വെച്ചേ, ഞാൻ ഇപ്പോൾ കീ എൻ്റെ അടുത്തില്ല, കീ മോൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഈ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒന്ന് വർക്ക് ചെയ്യാൻ നോക്കാം. കാരണം എൻജിൻ കീ അകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം കീ ഇപ്പോൾ പുറത്താണ്. അതെ, ഇപ്പോൾ കാണിക്കുന്നത് കീ വണ്ടിക്കകത്തില്ല, പുറത്തെവിടെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കീ വണ്ടിക്കകത്ത് വന്നതിന് ശേഷം പ്രസ് ചെയ്യുന്നു, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നു. സോ അപ്പോൾ ഈ ബാറ്ററി ഫുള്ളി ഫങ്ഷനിലാണ് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഈ ബാറ്ററി ചേഞ്ച് ചെയ്യാൻ നമ്മൾ പാനിക് ആവാൻ പാടില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. പാനിക്കായി നമ്മൾ റോഡ് സൈഡ് അസിസ്റ്റൻസും കാര്യങ്ങളൊന്നും വിളിച്ച് വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ബാറ്ററി ഇല്ലെന്ന് കരുതി തന്നെ നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് മാനുവലായിട്ടുള്ള ഈ കീ വെച്ച് തന്നെ നമുക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് റിലാക്സ് ആൻഡ് വാച്ച്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉള്ളത്, ഇത് കിയ കാരൻസിന് മാത്രമേ പറ്റുള്ളൂ എന്നല്ല. കിയയുടെ എല്ലാ വണ്ടികൾക്കും, അതായത് ഈ റിമോട്ട് സ്റ്റാർട്ടുള്ള കീലെസ് എൻട്രി ഉള്ള പുഷ് ബട്ടൺ സ്റ്റാർട്ടുള്ള എല്ലാ വണ്ടികൾക്കും ബാധകമാണ്. കിയ സെൽറ്റോസ് ആയാലും സോണറ്റ് ആയാലും കാരൻസ് ആയാലും, അതേപോലെ തന്നെ ഹ്യുണ്ടായുടെ ക്രിട്ട, അൽക്കസാർ, ആ ശ്രേണിയിലുള്ള ബൈക്കുകളെല്ലാം. ഇത് അതേപോലെ തന്നെ മാരുതി ആണെങ്കിലും ശരി, അവരുടെ കീ ഇതുപോലെ ആയിരിക്കില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ ഞാനീ പറഞ്ഞ മാനുവൽ കീയും മറ്റേ കീ വെച്ച് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്നതും എല്ലാം എല്ലാ വണ്ടികൾക്കും, എല്ലാ കീലെസ് എൻട്രി വെഹിക്കിൾസിനും ഒരേമാതിരി തന്നെയാണ്. അപ്പം ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് റിലാക്സ് ആൻഡ് വാച്ച്.